ഹായ് ഗായ്സ്, ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ ഇത്ര ലേറ്റ് ആയതിന്. കാരണം ഒന്നത് ഓണത്തിരക്കായിരുന്നു. പിന്നെ ഓണം കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയും ചുമയും എല്ലാം ആയി. ശബ്ദമൊക്കെ പോയി കിടക്കണമായിരുന്നു. എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമും കിട്ടിയില്ല. അതായിരുന്നു. എല്ലായിടത്തും ഞാൻ സോറി ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ഇത്ര എപ്പിസോഡും എൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എൽസയ്ക്ക് ബെസ്റ്റ് സോങ്ങിനുള്ള അവാർഡ് കിട്ടുന്നത് കാണിച്ചുകൊണ്ടാണ്. പക്ഷേ ഇതല്ല നമ്മുടെ യുങ്സാങ് സ്വപ്നം കാണുമായിരുന്നു. പെട്ടെന്ന് തന്നെ എൽസയെ അവളുടെ അടുത്ത് വന്നിട്ട്, നിനക്ക് എൻ്റെ അടുത്ത് വല്ല ശത്രുതയുണ്ടോ? ഇന്നലെ നീ എൻ്റെ ഷർട്ട് ചീത്താക്കി, ഇപ്പോൾ ദേ എൻ്റെ ഫോട്ടോയിൽ കാല് വെച്ച് കിടക്കുന്നു. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താ? യുങ്സാങ് ആണെങ്കിൽ പെട്ടെന്ന് എണിച്ച് അവൻ്റെ അടുത്ത് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരു സ്റ്റാഫ് വന്ന് എൽസേൻ്റെ അടുത്ത്, കെവിൻ നിങ്ങളായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എൽസയാണെങ്കിൽ യുങ്സാങ്ങിൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ എൽസയുടെ ഫോട്ടോ ഉള്ള പില്ലോ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നു. എന്നിട്ട് എൽസ അവിടെ നിന്ന് പോകുന്നു. എൽസ പോയതും യുങ്സാങ് ആണെങ്കിൽ ഇവൻ ആരാന്ന് അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് എൽസ പിന്നെയും വന്നിട്ട്, നീ എന്നെപ്പറ്റി ഇപ്പം എന്തെങ്കിലും പറയുമായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ഈ പില്ലോ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് വെക്ക്, കേട്ടല്ലോ എന്ന് പറഞ്ഞ് എൽസ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഡയറക്ടർ കാങ്ങിനെയാണ്. എല്ലാവരെയും മീറ്റിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. യുങ്സാങ് ആണെങ്കിൽ എല്ലാവർക്കും കോഫി കൊടുക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഡയറക്ടർ കാങ്ങിനും. ഡയറക്ടർ കാങ് ആണെങ്കിൽ നീ എനിക്ക് കോഫി തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതും മിസ്റ്റർ കിം നമ്മുടെ യുങ്സാങ്ങിന് മെസ്സേജ് ഇടുന്നു. ഡയറക്ടർ കാങ്ങിന് കോഫി ഇഷ്ടമല്ല, അതുമല്ല അവരെല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇനി ഈ തെറ്റ് ചെയ്യരുത്, കേട്ടല്ലോ. യുങ്സാങ് ആണെങ്കിൽ കിമ്മിനെ നോക്കി താങ്ക്സ് പറയുന്നു. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ടായതും എൽസയുടെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആൽബത്തെ പറ്റിയും അതേപോലെ സോഹിങ്ങിനെ പറ്റിയെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനിടെ നമ്മൾ സോൾ ഗ്രൂപ്പിനെ പറ്റിയും പറയുകയാണ്. സോൾ ഗ്രൂപ്പിൻ്റെ കരിയർ ഇല്ലാതാവാൻ തന്നെ കാരണം ആ മാസ്ക് ഇട്ട പെൺകുട്ടിയാണെന്ന് കെവിൻ പറയുന്നു. ഇത് കേട്ട നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം എന്താ, മാസ്ക് ഇട്ട പെൺകുട്ടി യുങ്സാങ് തന്നെയായിരുന്നല്ലോ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതും മീറ്റിംഗ് റൂമിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ അടുത്ത്, ഈ മാസ്ക് ഇട്ട പെൺകുട്ടി ഏതാ? അത് കേട്ടതും എൽസയുടെ മാനേജർ വന്നിട്ട്, നിനക്ക് അറിഞ്ഞൂടെ മാസ്ക് ഇട്ട പെൺകുട്ടിയെ പറ്റി? ഇല്ല, അവൾ ഒരാൾ കാരണം കൊണ്ട് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായത്. അവൾ ആദ്യം പറഞ്ഞായിരുന്നു സോൾ ഗ്രൂപ്പിൻ്റെ സോങ് കോപ്പിയാണെന്ന്. ഇത് കേട്ട യുങ്സാങ് ആണെങ്കിൽ, നിങ്ങൾക്കറിയാമോ പെൺകുട്ടിയാ? എനിക്കെങ്ങനെ അറിയാനാ, അവൾ മാസ്ക് ഇട്ടല്ലേ നിന്നയിച്ചത്. പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസർ നായുടെ കോൾ വന്നതും എൽസയുടെ മാനേജർ അവിടെ നിന്ന് പോകുന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം കെവിൻ ബേക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കെവിൻ അവിടെ നിന്ന് പോയതും നമ്മുടെ യുങ്സാങ് എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നു. കിമ്മാണെങ്കിൽ, നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു നിനക്ക് സോൾ ഗ്രൂപ്പിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ടെന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് സോൾ ഗ്രൂപ്പിനെയും നമ്മുടെ സോഹിങ്ങിനെയാണ്. സോഹിങ് ആണെങ്കിൽ അവർക്കെല്ലാവർക്കും മ്യൂസിക് കേൾപ്പിച്ചെടുക്കുമായിരുന്നു. ടിയോക്ക് പക്ഷെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ടിയോ ആണെങ്കിൽ, നീ വേറെ നോക്ക്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സോഹിങ്ങിനെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് കേട്ട സോഹിങ് ആണെങ്കിൽ ആകെ ടയേർഡായി. ഒരു കാര്യം ചെയ്യ്, നീ ഒരു മ്യൂസിക് ഉണ്ടാക്ക്. ഇത് കേട്ടത് നമ്മുടെ യുൻവിച്ചിരിക്കുകയാണ്. അപ്പോൾ ടിയോ, അതിനിത് എനിക്ക് മാത്രമായിട്ടല്ല, ഐറിബിനും കൂടിയാ. ഈ ആണെങ്കിൽ അതും പറഞ്ഞ് ഐറിബിനെ നോക്കുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ഈ പറഞ്ഞ സംഭാഷണം ഒന്നും കേട്ടിട്ടില്ല. അവൻ മൊബൈലിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ടിയോ ആണെങ്കിൽ, നീ എന്താ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണേണോ? ഇവിടെ പറഞ്ഞതൊന്നും കേട്ടില്ലേ? നീ വല്ല പെമ്പിള്ളേരെ ഡേറ്റ് ചെയ്യുകയാണോ? ടിയോയുടെ വർത്തമാനം കേട്ട ഐറിബ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. പിന്നാലെ ടിയോയും പോകുന്നുണ്ട്. ഇതേ ടൈം യുങ്സാങ് അവിടേക്ക് വരുന്നു, എല്ലാവർക്കും കോഫി കൊടുക്കാൻ. യുൻവോ ആണെങ്കിൽ, സോഹിങ് ഒരു കാര്യം ചെയ്യ്, നമ്മുടെ യുങ്സാങ്ങിനും കൂടി നിൻ്റെ മ്യൂസിക് ഒന്ന് കേൾപ്പിച്ചെടുക്ക്. അങ്ങനെ സോഹിങ് ആ മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുന്നു. യുങ്സാങ് ആണെങ്കിൽ ആ മ്യൂസിക് നല്ലോണം കേൾക്കുന്നുണ്ട്. കേട്ട് കഴിഞ്ഞതും യുൻവോ ആണെങ്കിൽ, എങ്ങനെയുണ്ട് മ്യൂസിക്? ആ, എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നിനക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. നിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. ഏയ്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഈ മ്യൂസിക് ഒന്ന് കേട്ടോക്കാം, ഓക്കെ? അങ്ങനെ അവരെല്ലാവരും റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ഫുഡ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ യുങ്സാങ്ങിന് ഒരു കോൾ വരുന്നു, എൽജയ്ക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെ യുങ്സാങ് എൽജയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതും നാളെ യുങ്സാങ് അവനെ പ്രാകുന്നുണ്ട്. ഇവനെന്താ എന്നെ ഡെലിവറി ഗേളായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് യുങ്സാങ് നിൽക്കുന്നു. അങ്ങനെ യുങ്സാങ് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഒരു കൂപ്പൺ കാണുകയാണ്. അതിൻ്റെ വില കണ്ടതും നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എൽജയുടെ മാനേജർ, നീ പോകരുത്, ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതെന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത്? പുറത്ത് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, അവർക്കൊന്നും ഇങ്ങോട്ട് കയറാനുള്ള അനുവാദമില്ല, അതുകൊണ്ട് നീ ക്ലീൻ ആക്കിയാൽ മതി. യുങ്സാങ് ആണെങ്കിൽ അവരുടെ അടുത്തായി, ഞാൻ സോൾ ഗ്രൂപ്പിൻ്റെ ടെമ്പററി മാനേജറാണ്, പിന്നെ സോഹിങ്ങിൻ്റെ മാനേജറാണ്,
അതിന് ഞങ്ങളെന്ത് വേണം? അതും പറഞ്ഞ് നമ്മുടെ യുങ്സാങ്ങിനെ അവർ കളിയാക്കുന്നു. യുങ്സാങ് ആണെങ്കിൽ ശരി ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുകയാണ്. കെവിനാണെങ്കിൽ എൽജയുടെ സോങ്ങിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് കേൾപ്പിച്ച് കൊടുക്കുന്നു. പക്ഷേ എൽജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കെവിനാണെങ്കിൽ വേറൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കേട്ട യുങ്സാങ് ആണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നു. കാരണം യുങ്സാങ്ങിൻ്റെ സ്വപ്നത്തിൽ എൽജയ്ക്ക് ഈ മ്യൂസിക്കിനായിരുന്നു അവാർഡ് കിട്ടിയത്. ഇത് കണ്ട യുങ്സാങ് ആണെങ്കിൽ ഇനി ഇവൻ ഈ മ്യൂസിക് വല്ല സെലക്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി. പക്ഷേ എൽജ എനിക്ക് ആ മ്യൂസിക് കേട്ടതും ആ മ്യൂസിക് അങ്ങോട്ട് റിജക്റ്റ് ചെയ്യുകയാണ്. ഇത് കേട്ടാൽ നമ്മുടെ യുങ്സാങ്ങിനാണെങ്കിൽ വളരെ സന്തോഷം. എൽജ എനിക്ക് ഈ മ്യൂസിക് കോപ്പിയാണ് എന്നും പറഞ്ഞ് കെവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. കെവിനാണെങ്കിൽ എൽജയോടുള്ള ദേഷ്യത്തിൽ അവിടെ ഇരുന്നൊരു ബോട്ടിൽ എറിഞ്ഞതും പെട്ടെന്ന് ഷോൾഡർ വേനെടുക്കുകയാണ്. ഇത് കണ്ട യുങ്സാങ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഷോൾഡറിൻ്റെ വേദന മാറ്റിത്തരാം, പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ എൽജയ്ക്ക് വെച്ച ആ മ്യൂസിക് അതെനിക്ക് തരണം എന്ന് പറഞ്ഞത് പെട്ടെന്ന് എല്ലാവരും ഇവളെ നോക്കുന്നു. ഇവരെല്ലാവരും ആണെങ്കിൽ ഇവളെ നോക്കി ചിരിക്കുകയാണ്. കെവിനാണെങ്കിൽ നിനക്കെന്തിനാ ഈ മ്യൂസിക്? ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം എൻ്റെ ഷോൾഡർ ശരിയാക്കിത്താ, എന്നിട്ട് ഞാൻ തരാം മ്യൂസിക്. നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ അവൻ്റെ ഷോൾഡർ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു വേദനയിൽ ഇവനാണെങ്കിൽ കിടന്ന് അലറുന്നുമുണ്ട്. അങ്ങനെ പിന്നെ ഈ മ്യൂസിക് നമ്മുടെ ഗ്രൂപ്പിന് കേൾപ്പിച്ചെടുക്കുകയാണ്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ടിയോണെങ്കിൽ കെവിൻ ബ്രൂണോ മാർസിൻ്റെ സോങ് കോപ്പി അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നാലും ഇത് കുഴപ്പമില്ലല്ലോ, കേൾക്കാൻ രസമില്ലേ? ടിയോണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ മ്യൂസിക്? യുൻവോ യുങ്സാങ്ങിൻ്റെ സൈഡ് അടിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. സോഹിങ് ആണെങ്കിൽ എൻ്റെ മ്യൂസിക് യുങ്സാങ്ങിന് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് മറ്റുള്ളവരുടെ മ്യൂസിക് എല്ലാം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. യുങ്സാങ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുക, ഞാൻ ഈ മ്യൂസിക്കിന് ഗ്യാരണ്ടി തരുന്നു. ഇത് കേട്ട മെമ്പേഴ്സ് ആണെങ്കിൽ ആ മ്യൂസിക്കിനെ റിജക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ സോഹിങ്ങും അവരുടെ കൂടെ നിൽക്കുകയാണ്. ടിയോ ആണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്ത് നിൻ്റെ മ്യൂസിക് എടുക്കാതെ കെവിൻ്റെ മ്യൂസിക് എടുക്കണം എന്തിനാണെന്ന് ചോദിച്ച് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. യുനു ആണെങ്കിൽ ടിയോനെ നോക്കി നിൻ്റെ പ്രഡിക്ഷൻ എപ്പോഴും തല തിരിഞ്ഞായിരിക്കുമല്ലോ. ഇത് കേട്ട ഐറീബ് ആണെങ്കിൽ അതേ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ആ മ്യൂസിക്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. സോഹിങ്ങിനാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവൻ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതും നമ്മുടെ സോഹിങ് ആണെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് കണ്ടുവന്ന നമ്മുടെ യുങ്സാങ് അവനെ സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് യുൻവോ വരുന്നു. യുൻവോ ആണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ യുങ്സാങ്ങിനെ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ മൂന്നുപേരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കാണിക്കുന്നു. അടുത്ത സീനെ കാണിക്കുന്നത് യുൻബിനാണ്. യുൻബിനാണെങ്കിൽ ഗ്രൂപ്പ് മെമ്പറുടെ ഒപ്പം ലൈവ് എടുത്തുകയായിരുന്നു. അവളാണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ കംബാക്കിനെ പറ്റിയെല്ലാം ഫാൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ലൈവ് കഴിഞ്ഞതും നമ്മുടെ യുങ്സാങ് അവളെ വിളിക്കുകയാണ്. യുങ്സാങ് ആണെങ്കിൽ അവളുടെ അടുത്ത് നന്ദിയെല്ലാം പറയുന്നുണ്ട്. യുൻബിനാണെങ്കിൽ ഇനി നീ സോൾ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഐറീബ് ആണെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവനൊരു പോസ്റ്റ് കാണുകയാണ്. യുൻബിൻ്റെ ഒപ്പം സോൾ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. പെട്ടെന്ന് ഐറീബ് ആണെങ്കിൽ ടിയോൻ്റെ അടുത്ത് നമ്മളെപ്പോഴാണ് ഇവളുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചത്? എനിക്കറിഞ്ഞൂടാ, ടെക്നോളജിയൊക്കെ ഇപ്പം നല്ലോണം വളർന്നല്ലോ, ബട്ട് റിയലായിട്ട് തോന്നുന്നുണ്ട്. അല്ല നീ എന്തിനാ അവളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയത്? നീ ഇതൊന്ന് നോക്കിയേ, അവൾക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് 1 ലാഖ് പോലും ഇല്ല. ടിയോ ആണെങ്കിൽ ഐറീബിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ മേടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഐറീബ് ആ മൊബൈൽ കൊടുക്കുന്നില്ല. ടിയോ ആണെങ്കിൽ സത്യം പറ, നീ ഏത് പെണ്ണിനായിട്ടായി ചാറ്റ് ചെയ്യുന്നത്? അതെൻ്റെ ക്ലാസ്സിലെ മോണിറ്ററാ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സോൾ ഗ്രൂപ്പിൻ്റെ പ്രാക്ടീസ് കാണാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കാങ്ങും അതേപോലെ കിമ്മും കെവിനും അവിടേക്ക് വരുന്നു. അതേ ടൈമിൽ എൽജയും വരുന്നുണ്ട്. എൽജ ആണെങ്കിൽ ഞാൻ ഡയറക്ടർ കാങ്ങിൻ്റെ ഒപ്പം നിങ്ങളുടെ പെർഫോമൻസ് കാണാനാണ് ഇവിടെ വന്നത്. എൽജനെ കണ്ട ടിയോ ആണെങ്കിൽ ഇവനെന്തിനിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങിയതും നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ ഡയറക്ടർ കാങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഡയറക്ടർ കാങ്ങിൻ്റെ ഫേസ് കാണുമ്പോൾ നമുക്കറിയാം ഡയറക്ടർ കാങ്ങിന് ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അവരുടെ ഡാൻസ് കഴിഞ്ഞതും ഡയറക്ടർ കാങ് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു പെർഫോമൻസിനെ പറ്റി. നമ്മുടെ സോഹിങ് ആണെങ്കിൽ 50% എനിക്കിത് കുഴപ്പമില്ലാത്ത പോലെ തോന്നി. ഇത് കേട്ട ടിയോ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കാരണം അവരുടെ കൊറിയോഗ്രാഫി നമ്മുടെ ടിയോ ആയിരുന്നു ചെയ്തത്. ഡയറക്ടർ കാങ് ആണെങ്കിൽ ഇവരുടെ ഡാൻസ് പ്രാക്ടീസ് ഇനിയും മെച്ചപ്പെടുത്താൻ പറയുകയാണ്. പെട്ടെന്ന് എൽസ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവരെന്തിനാ എൻ്റെ മ്യൂസിക്കിൽ പെർഫോമൻസ് ചെയ്തതെന്നാണ്. യുങ്സാങ് ആണെങ്കിൽ ഇത് എനിക്ക് കെവിൻ തന്ന മ്യൂസിക്കായിരുന്നു, അതാ ഞാൻ സോൾ ഗ്രൂപ്പിന് കൊടുത്തത്. ഇത് കേട്ട കെവിനാണെങ്കിൽ ഞാനാണ് നിനക്ക് ഈ മ്യൂസിക് തന്നത്, പിന്നെ നീ എന്തിനാണ് ഇത് സോൾ ഗ്രൂപ്പിന് കൊടുത്തത്? ഈ മ്യൂസിക് നിങ്ങളിപ്പോൾ എനിക്ക് തന്നു, അപ്പോൾ ഇതെൻ്റെ ആയില്ലേ, അപ്പോൾ എനിക്കിഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാമല്ലോ. പെട്ടെന്ന് എൽസ ആണെങ്കിൽ അതിന് നീ ഇത്ര റൂഡായിട്ട് പറയണം എന്തിനാ? യുൻസാങ് ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തായി ക്ഷമ ചോദിക്കുന്നുണ്ട്. ഡയറക്ടർ കാങ് ആണെങ്കിൽ ഇവരുടെ മേലെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവർ 4 പേരും ആണെങ്കിൽ സാഡായി നിൽക്കുന്നത് നമുക്ക് കാണാം.
അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയതും നമ്മുടെ സോഹിങ് ആണെങ്കിൽ ടിയോൻ്റെ അടുത്ത് വരുന്നുണ്ട്. ടിയോ ആണെങ്കിൽ നീ മര്യാദക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പോയിക്കോ. നീ എന്തോ ഡയറക്ടർ കാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ കൊറിയോഗ്രാഫി 50% നല്ലതാണെന്ന് അല്ലേ? പെട്ടെന്ന് അവിടേക്ക് യുങ്സാങ് വരുന്നു. യുങ്സാങ് ആണെങ്കിൽ ഇവരുടെ അടുത്തായി മാപ്പെല്ലാം ചോദിക്കുന്നുണ്ട്. സോഹിങ് ആണെങ്കിൽ നീ മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ മ്യൂസിക് സെലക്ട് ചെയ്തത് ഞങ്ങളാ. യുങ്സാങ്ങിനാണെങ്കിൽ പെട്ടെന്ന് എൽജയുടെ മാനേജറിൻ്റെ കോൾ വരുന്നു. അവർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനായിരുന്നു എൽജയുടെ മാനേജർ വിളിച്ചത്. അങ്ങനെ അവൾ അവർക്കുള്ള ഫുഡ് കൊടുക്കുന്നു. പെട്ടെന്ന് അവൾക്ക് അതിൽ നിന്ന് ഒരു കൂപ്പൺ കിട്ടുകയാണ്. അവൾ അതിൽ നോക്കിയപ്പോൾ 30,000-ൻ്റെ ഒരു കൂപ്പണായിരുന്നു അത്. എൽജയുടെ മാനേജറാണെങ്കിൽ കെവിൻ്റെ അടുത്തായി നിങ്ങൾ ഇവളെ കണ്ടില്ലേ, ഇവൾ ഒരാളുടെ മ്യൂസിക് മോഷ്ടിച്ചിട്ട് അത് വേറൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. പെട്ടെന്ന് യുങ്സാങ് ആണെങ്കിൽ ഞാനത് മോഷ്ടിച്ചതല്ല, എനിക്ക് കെവിൻ തന്നതാണ്. ഇത് കേട്ട കെവിനാണെങ്കിൽ നമ്മുടെ യുങ്സാങ്ങിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. യുങ്സാങ്ങിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് അവൾ മനഃപൂർവ്വം അവരുടെ ഫുഡിലേക്ക് തുമ്മുകയാണ്. ഇത് കണ്ട എൽജയുടെ മാനേജർ നീ ഇതെന്ത് പണിയാണ് കാണിക്കണത്? അയ്യോ സോറി സാർ, എനിക്ക് ഇന്നലെ തൊട്ട് നല്ല ജലദോഷമുണ്ട്. അന്നാ നീ പിന്നെ മാസ്ക് ഇട്ട് വന്നുകൂടായിരുന്നോ? എൽജയുടെ മാനേജറാണെങ്കിൽ ഇനി നീ ഫുഡ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. അവളങ്ങനെ മാസ്ക് ഇട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. മാസ്ക് ഇട്ട് ഇറങ്ങിയ നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ മനസ്സിൽ ഇനി എൽജയ്ക്ക് അവാർഡ് കിട്ടുമോ? എനിക്ക് ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ലേ? ഇനിയിപ്പോൾ മാറ്റിയാൽ തന്നെ അതിനെന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ചോളം നടക്കുമ്പോൾ അവളുടെ മുന്നിലായിട്ട് തന്നെ നമ്മുടെ ഐറീബ് വരികയാണ്. ഐറീബ് ആണെങ്കിൽ യുങ്സാങ്ങിനെ കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. കാരണം അവൻ്റെ വിചാരം പെട്ടെന്ന് ഇത് മാസ്ക് ചെയ്തതാണെന്നാണ്. യുങ്സാങ് ആണെങ്കിൽ നീ എന്തിനാ എന്നെ കണ്ട് പേടിച്ചത്? ഞാൻ വിചാരിച്ചത് നീ മാസ്ക് ചെയ്യലാണെന്ന്. അതും പറഞ്ഞ് ഐറീബ് അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് യുങ്സാങ് പാസ്റ്റ് ഓർക്കുകയാണ്. യുങ്സാങ് ആണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് സോൾ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഈ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ പോകരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ യുങ്സാങ് ഓർക്കുന്നു. യുങ്സാങ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന ആ ഒരു മാസ്കുകൾ അത് ഞാൻ തന്നെയല്ലേ എന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് കാണിച്ചുകൊണ്ടാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ എപ്പിസോഡ് 4 തീരുന്നത്.